ചില ആളുകൾ ഈ പുതിയ കാലത്ത് ആലോചിക്കും, ഞാനൊരു ഖുർആൻ പരിഭാഷ വാങ്ങി അങ്ങ് വായിച്ചാലോ. പ്രിയമുള്ളവരെ, ഖുർആൻ പരിഭാഷകൾ ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം ഖുർആനിന്റെ പരിഭാഷകളാണ് ഒരുപാട് ആളുകൾ ഖുർആനിനെ വിമർശിക്കാൻ കാരണമായി മാറിയത്. കേരളത്തിന്റെ മണ്ണിൽ ഖുർആൻ വിമർശനം ഉന്നയിച്ച ഇടമറുക മുതൽ ഇപ്പോൾ ഇവിടെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന നിരീശ്വരവാദികൾ വരെ, ലിബറലിസ്റ്റുകൾ വരെ പല പരിഭാഷകളും വെച്ചു നോക്കിയപ്പോൾ അതാണ് ഖുർആൻ എന്ന് തെറ്റിദ്ധരിച്ചു. കാരണം എന്താ? അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്നതല്ല ഖുർആൻ. ഖുർആനിനെ എല്ലാവരും പഠിക്കണം. അറബി ഭാഷ മനസ്സിലാക്കിയിട്ട് പഠിക്കണം. അതിന്റെ ഏറ്റവും സാധാരണയായ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് നിങ്ങളുടെ ഒക്കെ വീടുകളിൽ ചിലപ്പോൾ ഖുർആൻ പരിഭാഷ ഉണ്ടാവും. അതിലുണ്ടാവുന്ന എന്താ? പരമകാരുണികനും കരുണാവാരിധിയുമായ ദൈവത്തിന്റെ നാമത്തിൽ. എന്താക്കിന്നുണ്ടാവില്ല. ചിലയിടത്ത് ചിലർ പറയും കരുണാകരനും കരുണാനിധിയുമായ ദൈവത്തിന്റെ എന്ന്. 2 മുഖ്യമന്ത്രിമാരും മരിച്ചുപോയി. അങ്ങനെയൊക്കെ പരിഭാഷ എഴുതും. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു സമ്പൂർണ്ണ ആശയം നൽകുന്ന സെന്റൻസ് ആണ്. കംപ്ലീറ്റ് സെൻസ് തരുന്ന ഒരു സെന്റൻസ് ആണത്. പക്ഷെ ഈ പറയപ്പെട്ട പരിഭാഷകളിലൊന്നും ഒരു സമ്പൂർണ്ണ ആശയമില്ല. ദൈവത്തിന്റെ നാമത്തിൽ വാട്ട് ഹാപ്പൻസ്? ഇംഗ്ലീഷ് പരിഭാഷ എടുത്താലോ, ഇൻ ദി നെയിം ഓഫ് അല്ലാഹ് മോസ്റ്റ് മേഴ്സിഫുൾ ആൻഡ് ഗ്രേഷ്യസ്. ഈ കരുണാവാരിധിയും പരമകാരുണ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താ? മലയാളികളാണല്ലോ നമ്മളൊക്കെ. വല്ല വ്യത്യാസമുണ്ടോ? ഞാൻ ചോദിച്ച മജ്‌ലിസിനൊന്നും ഒരാളും പറഞ്ഞില്ല വ്യത്യാസം. ഹിന്ദിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഉറുദുവിലാണെങ്കിൽ ഖുദാ കാ നാം സേ വോ ബഹുത് മെഹർബാനി ഹൈ വോ റഹീം വാലാ ഹൈ. ഈ ഒരു പരിഭാഷയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് പരിപൂർണമല്ല. കാരണം എന്താ? അറബി ഭാഷയിൽ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യ, അറബി ഭാഷയിൽ അല്ലാഹു അവതരിപ്പിച്ചു. അറബി ഭാഷയുടെ വ്യാപ്തി വേറെ ഒരു ഭാഷയ്ക്കും ഇല്ല. അവിടെ എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഈ കർമ്മം ആരംഭിക്കുകയാണ്. ഖുർആൻ പാരായണമെങ്കിൽ ആ ഖുർആൻ പാരായണം, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കൽ, പാനീയം കുടിക്കുകയാണെങ്കിൽ അത്, അങ്ങനെ എല്ലാ അവസരത്തിലേക്കുമുള്ളതാണ്. കുല്ലു അംരിൻ ഈബാലിൻ ലം യുബ്ദ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ഏതു നല്ല കാര്യവും തുടങ്ങാനുള്ള മന്ത്രമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ പറയും, മൗലിയരെ റഹ്മാനുർ റഹീം നിങ്ങൾ ആശയം പറഞ്ഞില്ലല്ലോ, മലയാളം പറഞ്ഞില്ലല്ലോ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് കരുണ ചെയ്യുന്നതിന് അള്ളാഹുവിനെ അനുസരിച്ചവരെന്നോ അനുസരിക്കാത്തവരെന്നോ വ്യത്യാസമില്ലാതെ കരുണ ചെയ്യുന്നവൻ, അതാണ് റഹ്മാന്റെ അർത്ഥം. ഇവിടെ കള്ള് കച്ചവടക്കാരന് സമ്പന്നനാവും, അത്ര കച്ചവടക്കാരന് സമ്പന്നനാവും, വിശ്വാസിയും സമ്പന്നനാവും, അവിശ്വാസിയും സമ്പന്നനാവും, ദൈവനിഷേധിയും മുതലാളിയാവും, ദൈവവിശ്വാസിയും മുതലാളിയാവും. അപ്പൊ ഇവിടുത്തെ അനുഗ്രഹം അള്ളാഹു കൊടുക്കുന്നതിന് ഡിമാൻഡ് ഒന്നുമില്ല, ആർക്കും എന്തും കൊടുക്കും.
എല്ലാ മതക്കാരും സമ്പന്നരാവും, എല്ലാ മതക്കാരും മുതലാളിമാരാവും, എല്ലാ വിശ്വാസികൾക്കും സൗകര്യങ്ങൾ ലഭിക്കും. ഈ ലോകത്തെ അനുഗ്രഹങ്ങൾ നൽകാൻ അല്ലാഹു തആല ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം അല്ലാഹു വെച്ചിട്ടില്ല. അതാണ് റഹ്മാൻ എന്നതിൻ്റെ ആശയം. അർ-റഹീം, വിശ്വാസികൾക്ക് പ്രത്യേകമായി അനുഗ്രഹം ചെയ്യുന്നവൻ. ഈ ലോകത്തുമുണ്ട്, പരലോകത്തുമുണ്ട്. കൂടുതലും പരലോകത്താണ്. പരലോകത്ത് അല്ലാഹു തആല വിശ്വാസികൾക്ക് മാത്രം അനുഗ്രഹം ചൊരിയും പ്രത്യേകമായി. അവിടെ വിശ്വസിച്ചവർക്കേ സ്വർഗ്ഗമുള്ളൂ, ഈമാനോടെ മരിച്ചവർക്കേ സ്വർഗ്ഗമുള്ളൂ. നമ്മൾ വിചാരിച്ചത് കൊണ്ട് എല്ലാവർക്കും സ്വർഗം കൊടുക്കാന്ന് വിചാരിക്കണ്ട. ഇങ്ങനെ ഒരു സ്വർഗമുണ്ടെന്ന് പോലും വിശ്വാസമില്ലാത്തവരില്ലാത്ത സ്വർഗത്തിൽ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അത് ആലോചനയുടെ കുറവാണ്. അപ്പോൾ പരലോകത്ത് അല്ലാഹു തആല കൊടുക്കും ലിൽ മുത്തഖീൻ والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم والسابقون الأولون ആദ്യം ഇസ്ലാമിലേക്ക് വന്നവർ മിനൽ മുഹാജിരീന വൽ അൻസാർ, മക്കയിൽ നിന്നെല്ലാം വിട്ട് മദീനയിലേക്ക് പോയവർ, മൈഗ്രൻസ് ആയ സ്വഹാബത്ത്. വൽ അൻസാർ, മദീനയിലേക്ക് എല്ലാവരെയും സ്വീകരിച്ച സ്വഹാബികൾ. റളിയല്ലാഹു, ആ മഹാന്മാരായ മുഹാജിറുകളും അൻസാറുകളും. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ നല്ല നിലയിൽ അനുകരിച്ചവർ. താബിഉകൾ, താബിഉത്താബിഉകൾ, അവരുടെ വഴിയിൽ ജീവിച്ചവർ. റളിയല്ലാഹു അൻഹും വറദൂ അൻ, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. വഅഅദ്ദ ലഹും, അവർക്ക് വേണ്ടി അല്ലാഹു കരുതി വെച്ചിട്ടുണ്ട് ജന്നാത്തിൻ തജ്രീ തഹ്തഹൽ അൻഹാർ, അരുവിയൊലിക്കുന്ന തോട്ടങ്ങൾ, നല്ല സ്വർഗോദ്യാനങ്ങളുണ്ട്. അതിൻ്റെ അരികിലൂടെ നല്ല പുഴയുണ്ട്. പുഴയോരത്തെ തോട്ടം ഉണങ്ങുകയില്ല. അങ്ങനെയുള്ള ഉദ്യാനങ്ങളുണ്ട്. ആ ഉദ്യാനങ്ങൾ കിട്ടിയാൽ ദാലികൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും വലിയ വിജയം. എൻ്റെ മകൻ IAS എന്നതല്ല, IPS എന്നതല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്നതല്ല, രാജ്യത്തിൻ്റെ ഗവർണർ, ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായി എന്നതല്ല, രാജ്യത്തിൻ്റെ രാജാവായി എന്നതല്ല. എറ്റേണൽ പാരഡൈസ്, ഖാലിദീന ഫീഹാ അബദാ, അനൻഡിങ് പാരഡൈസ്, അനൻഡിങ് ഹെവൻ, അനന്തമായ സ്വർഗം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ലഭിക്കുമ്പോഴാണ് ദാലികൽ ഫൗസുൽ അദീം, അതാണ് the way to salvation. ഏറ്റവും അനന്തമായ, ഏറ്റവും ഉന്നതമായ വിജയം അത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രം അള്ളാഹു കരുതി വച്ചിരിക്കുന്നതാണ്. ഞാൻ ആശയത്തിലേക്ക് പോവല്ല. അപ്പൊ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ആശയം പോലും ഒരു പരിഭാഷയിലും കംപ്ലീറ്റ് അല്ല. അതുകൊണ്ടാണ് സിയാഉദ്ദീൻ സർദാർ ലിമിറ്റേഷൻസ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ ഖുർആനെ കുറിച്ച് ഒരു സ്റ്റഡി എഴുതിയിട്ടുണ്ട്.
ഇവിടെയുള്ള മറ്റു പല മതക്കാരും ഖുർആനെ തെറ്റിദ്ധരിച്ചത് എന്തുകൊണ്ടാ? ട്രാൻസ്ലേഷനിൽ പലർക്കും തോന്നിയത് എഴുതി വെച്ചു. അപ്പൊ അത് ഖുർആനാന്ന് മനസ്സിലാക്കിപ്പോയി. ചില പരിഭാഷകളുണ്ട്, അലിഫ് ലാം മീം ഹാം മീം യാസീൻ ത്വഹ തുടങ്ങിയുള്ളതിന് ഒരു പരിഭാഷക്കാരൻ എഴുതി എന്താണെന്നറിയോ? ശ്രദ്ധ ക്ഷണിക്കാനുള്ള കേവല അക്ഷരം. മലയാളത്തിലുള്ളതാണ്, ഞാൻ പേരെനിക്ക് അറിയായിട്ടില്ല, അത് പറയാത്ത ഒരാൾ എഴുതി വെച്ചാണ്. അങ്ങനല്ല, അതിനെല്ലാം വലിയ ആശയങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്ന ആയത്തുകളുടെ മലയാള പരിഭാഷകളിൽ അപകടകരമായ തെറ്റുകളുണ്ട്. ഞാനീ സംസാരിക്കണം, നിങ്ങൾ മാത്രമല്ലല്ലോ കേൾക്കുന്നത്, ലോകം കേൾക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷനുകളിൽ ഇതാണ് ഖുർആൻ എന്ന് വിചാരിച്ചു പോണ്ട. അതുകൊണ്ട് ആധികാരികമായി നമ്മുടെ മക്കൾ പഠിക്കണം. കാരണം എന്താണ്? അല്ലാഹു തആല ഒരു ബുക്കായിട്ട് ഇറക്കി തന്നതല്ല ഖുർആൻ. ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചത് 23 കൊല്ലത്തെ ഔദ്യോഗിക ജീവിതത്തിലൂടെയാണ്. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില. ഓ പുണ്യ നബിയേ, ഈ ഖുർആൻ ജനങ്ങൾക്ക് അവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കണം. അറബിയിലുള്ള ഖുർആൻ അറബികൾക്കിടയിൽ അവതരിപ്പിച്ചപ്പോഴും പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എക്സ്പ്ലനേഷൻ കേട്ട് മനസ്സിലാക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഓരോ ആയത്തുകളുടെയും ആശയം ഇന്നതാണ് എന്ന് സ്വഹാബത്തിന് മനസ്സിലായത്. അറിയോ? അങ്ങനെ വിശദീകരിച്ചു കൊടുത്ത ഗ്രന്ഥമാണ്. മറ്റു മതങ്ങളുടെ പുണ്യഗ്രന്ഥങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് പാരായണം ചെയ്യാറുള്ളത് ഏറിയ കൂറും. നമ്മുടെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഇഴകീറി ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഴകീറി ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് വ്യത്യാസം. ഞാൻ ഒന്നുകൂടി പറയാം. മറ്റു മതഗ്രന്ഥങ്ങൾ പുണ്യം പ്രതീക്ഷിച്ച് ചൊല്ലുന്നുണ്ടാകും മന്ത്രം പോലെ. നമ്മൾ പാരായണം മാത്രമല്ല ചെയ്യണത്, അതിന്റെ ഓരോ സൂക്തങ്ങളെയും ഓരോ അക്ഷരങ്ങളെയും ഇഴകീറി ലോകം ഇപ്പോഴും പഠിക്കുകയാണ്. നിങ്ങൾക്കറിയോ, കോഴിക്കോട് ജില്ലയിൽ കോടമ്പുഴയിൽ ദാറുൽ മആരിഫ് എന്ന സ്ഥാപനത്തിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉന്നത പണ്ഡിതനായ അബ്ദുറഹ്മാൻ ബാവ അൽ മലൈബാരി എന്ന് പറയപ്പെടുന്ന കോടമ്പുഴ ബാവ ഉസ്താദ് അവറുകൾ പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ 30 വാള്യം പൂർത്തിയായതിന്റെ പരിപാടിയാണ് ഈ മാസം 8-ാം തീയതി നടക്കാൻ പോകുന്നത്. അടുത്ത മാസം 8-ാം തീയതി നടക്കാൻ പോകുന്നത്. 30 വാള്യം, ഓരോ വാള്യം 500-600 പേജാ. അറബിയിലാണ്, ലോകഭാഷയിൽ 100ഓളം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അവ ഇപ്പോഴും ഇത്രയും മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഈ കേരളത്തിലും ഖുർആനിന്റെ മുൻഗാമികളുടെ വ്യാഖ്യാനങ്ങളെ ക്രോഡീകരിച്ചും ആധുനിക പഠനങ്ങൾ ചേർത്ത് വെച്ചും വിശാലമായ വ്യാഖ്യാനങ്ങൾ രചിക്കുന്നു. അറബി ഭാഷയിൽ 30 വാള്യമുള്ള ഖുർആൻ വ്യാഖ്യാനം. ഓരോ വാള്യവും 500-600 പേജ്. ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് ചെയ്തതാണ്. അത് മാത്രമല്ല എഴുതിയത്, ഒരുപാട് ഗ്രന്ഥങ്ങൾ വേറെയും എഴുതിയിട്ടുണ്ട്. അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവ ഇതുപോലെ ഖുർആൻ ഇപ്പോഴും പഠിക്കുകയാണ് ലോകം. സമീപകാലത്ത് മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി നിരവധി വാള്യങ്ങളുള്ള ഖുർആൻ വ്യാഖ്യാനം ലോകത്തിന് സമ്മാനിച്ച മഹാനാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ വെച്ചുകൊണ്ട് ഇപ്പോഴും എലാബറേറ്റഡ് ആയിട്ട് സ്റ്റഡി നടക്കുന്നു ലോകത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ, സർവകലാശാലകളിൽ. ഇത്രമേൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരു സൂക്തത്തിന് മാത്രം സ്വതന്ത്രമായി 1000കണക്കിന് പേജുള്ള വ്യാഖ്യാനമുണ്ട്. അതാണ് ഖുർആനിന്റെ വ്യാപ്തി. നമ്മൾ വിചാരിക്കുക 600 പേജുള്ള ഒരു ജസ്റ്റ് ട്രാൻസ്ലേഷൻ, യൂസുഫ് അലിയുടെ ട്രാൻസ്ലേഷൻ ഉണ്ട് ഇംഗ്ലീഷിൽ. നമ്മുടെ സമ്പന്നനായ യൂസുഫ് അലി അല്ല, പ്രൊഫസർ യൂസുഫ് അലിയുടെ ട്രാൻസ്ലേഷൻ ഉണ്ട്.
അല്ലെങ്കിൽ മലയാളത്തിൽ ആരുടെയൊക്കെ ഉണ്ട്, മൊബൈലിൽ ആപ്പ് കിട്ടും. ഖുർആനിന്റെ ആശയങ്ങളെ പ്രകാശിപ്പിക്കാൻ ട്രാൻസ്ലേഷനുകൾക്ക് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശേഷിപ്പിക്കുന്ന ഒരായത്തിന്റെ ശകലാണത്. അതിന് മുഴുവൻ പരിഭാഷകളിലും അല്ലാഹു അർശിന്മേൽ ആസനസ്ഥനായി എന്ന് എഴുതിയിട്ടുണ്ടാവുക. ആസനം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയേണ്ടിയില്ലല്ലോ. ആസനസ്ഥനായി എന്ന് പറഞ്ഞാൽ ചന്തി കൊണ്ടിരുന്നു എന്നാണ് അതിന്റെ മലയാളം. അല്ലാഹുവിന് അവയവങ്ങളില്ല, അല്ലാഹുവിന് ഭാഗങ്ങളില്ല. മുനസ്സഹുൻ അനിൽ കമ്മി വൽ കൈഫി വൽ മകാനി വസ്സമാൻ. അല്ലാഹുവിന് കാലദേശങ്ങളില്ല, അല്ലാഹുവിന് ഇടമില്ല, അല്ലാഹുവിന് കാലാവശ്യമില്ല. അങ്ങനെയെല്ലാമുള്ള അല്ലാഹുവിനെ കുറിച്ച് മലയാളത്തിൽ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുകയാണ്. അള്ളാഹുവിന്റെ വലതുകൈ എന്ന് എഴുതിയ പരിഭാഷയുണ്ട്, അള്ളാഹുവിന്റെ അവയവങ്ങളെന്ന് പറഞ്ഞ പരിഭാഷയുണ്ട്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറയുമ്പോൾ അപകടകരമായ ട്രാൻസ്ലേഷനുകൾ മലയാള പരിഭാഷകളിൽ വന്നിട്ടുണ്ട്, ലോകത്തുള്ള ഭാഷാന്തരങ്ങളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾ ആധികാരികമായി ഖുർആൻ പഠിക്കട്ടെ, ആധികാരികമായി ഖുർആൻ പഠിക്കണം. നമ്മുടെ മക്കൾ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ലോകത്തെ മുഴുവൻ അത്ഭുതങ്ങളെയും നിറച്ചു വെച്ചിരിക്കുകയാണ്. ഒരു പദപ്രയോഗം കൊണ്ടല്ലേ മോറിസ് ബുക്കായി ഇസ്ലാമിലേക്ക് വരുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പദപ്രയോഗമാണ്. രാവിൻ്റെ പഴുതുകളിൽ നേരം വെളുക്കുവോളം അള്ളാനെ ആലോചിച്ച് ഗദ്ഗദം പൂണ്ട 10,000-ങ്ങളെ സമ്മാനിച്ച ഖുർആൻ മഹാനായ സയ്യിദുനാ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പള്ളിയിൽ രാത്രി നിന്ന് നിസ്കരിക്കുകയാണ്. നഹാറു അബീ ഹനീഫത ലിൽ ഇഫാദ വലൈലു അബീ ഹനീഫത ലിൽ ഇബാദ. അബൂ ഹനീഫ ഇമാം തങ്ങളുടെ രാവുകൾ ആരാധനയ്ക്കുള്ളതായിരുന്നു, പകലുകളാണെങ്കിലോ അല്ലാഹുവിന്റെ ഇൽമിന്റെ സേവനത്തിനുള്ളതായിരുന്നു. അങ്ങനെയുള്ള ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ തങ്ങൾ അവിടുത്തെ പള്ളിയിൽ ഇശാ കഴിഞ്ഞ് മുസല്ലയിലേക്ക് നിന്നു. മുഅദ്ദിൻ സാഹിബ് വിളക്കൊക്കെ എടുത്ത് വെച്ചിട്ട് വീട്ടിൽ പോയി. സുബഹിന്റെ സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പ് വാങ്ക് കൊടുക്കാൻ സമയമായപ്പോ പള്ളിയിലത്തെ മുഅദ്ദിൻ വന്നു. വിളക്കൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ പെട്ടെന്ന് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി. ആ രാവ് മുഴുവനും ഒരായത്ത് ആലോചിച്ചുകൊണ്ട് നിൽക്കുക നിസ്കാരത്തിൽ. ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്ന ഒരായത്ത് റിപ്പീറ്റ് ചെയ്ത് അത് ആലോചിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ലോകത്തുള്ള ഏത് വിഷയത്തിനും ഞാൻ പരിഹാരം കണ്ടെത്തും ഖുർആനിൽ. ലോകത്തുള്ള ഏത് വിഷയത്തിനും ഞാൻ ഖുർആനിൽ നിന്ന് പരിഹാരം കണ്ടെത്തും. കേവലം ഖുർആൻ മനപ്പാടാക്കിയല്ല, 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാടമാക്കി ഇമാമുന ശാഫിഈ തങ്ങൾ. 10-ാമത്തെ വയസ്സിൽ 10,000-ലേറെ ഹദീസുകൾ മനപ്പാടാക്കി. നമ്മൾ ഇന്ന് ഹാഫിള് എന്ന് പറയുന്നത് സാധാരണ ഖുർആൻ ഒരു പ്രാവശ്യം ഹൃദിസ്ഥമാക്കി കൊടുക്കാം. ഹദീസിന്റെ ഭാഷയിൽ ഹാഫിള് എന്ന് പറഞ്ഞാൽ 1,00,000 ഹദീസുകൾ മനപ്പാടമുള്ളവരാണ്. അപ്പോൾ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് 6,00,000-ലേറെ ഹദീസ് മനപ്പാടമുണ്ടായിരുന്നു. ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ തങ്ങൾക്ക് 10,00,000-ലേറെ ഹദീസ് മനപ്പാടമുണ്ടായിരുന്നു. അവർ ആ ഹദീസുകൾ കൂടി വെച്ചിട്ടാണ് ഖുർആനിനെ പരിശോധിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, ഇജ്മാഅ് അഥവാ മുസ്ലിം ലോകത്തിന്റെ ഏകോപനം തെളിവാണ് എന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന്. ഞാൻ 24 മണിക്കൂർ തരാൻ നോക്കിയിട്ട് പറയാൻ പറയാം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആൻ പല പ്രാവശ്യം ഒരു ദിവസം തന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്കി. അടുത്ത ദിവസം ആള് വന്നു, ഉണ്ട് എന്ന് പറഞ്ഞു.
ومن يتبع غير سبيل المؤمنين نوله ما تولى ونصليه جهنم وساءت مصيرا. ഈ ആയത്ത് അങ്ങോട്ട് ഓതി കൊടുത്തു. ومن يتبع غير سبيل المؤمنين, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത ഒരു മാർഗം നിങ്ങൾ പിൻപറ്റിയാൽ അതൊരു പ്രധാനാണ്. പണ്ട് കേൾക്കാത്ത കുറെ കാര്യങ്ങൾ ഇന്ന് ചില ആളുകൾ വന്ന് പറയും. ومن يتبع غير سبيل المؤمنين, മുഅ്മിനീങ്ങളുടെ വഴി ഒരു തെളിവാണ്. ഇജ്മാ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകത്തിന്റെ ഏകോപനം. ومن يتبع غير سبيل المؤمنين, മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്ത ഒരു വഴി സ്വീകരിച്ചാൽ നുവല്ലിഹി മാ തവല്ല, അവൻ പോകുന്ന വഴിക്കങ്ങ് വിടും. ചില ആളുണ്ടല്ലോ പുതിയ വാദമായിട്ട് വരും, പരിശുദ്ധ ഖുർആൻ ഖബറിങ്ങൊന്നും ഓതാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ വരും. നമ്മുടെ മക്കൾ വന്ന് നമ്മുടെ ഖബറിങ്ങിൽ നിന്ന് ഖുർആൻ ഓതുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതുമ്പോൾ അതിന്റെ സന്തോഷം ഖബറാളിക്ക് കിട്ടും. കാരണം എന്താ? അൻസാരികളായ ആളുകൾ, അന്ന് സ്വഹാബികൾ മരണപ്പെട്ടാൽ അവര് പറയും, ഞങ്ങൾക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യണേ, ഹദിയ ചെയ്യണേ എന്ന് പറയും. ഖത്മ തീർക്കും. ഇന്ന് ചില ആളുകൾ പറയാം, ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല, പത്രം വായിച്ചാൽ മതി. സാമാന്യമായി ഒന്ന് ആലോചിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിക്ക് സഞ്ചരിക്കുന്നു. സഹീഹായ ഹദീസിൽ കാണാം, പെട്ടെന്ന് തന്നെ ഈത്തപ്പനയുടെ കമ്പിങ്ങനെ പൊട്ടിച്ചിട്ട് 2 പീസാക്കി 2 ഖബർമലങ്ങ് വെച്ചു കൊടുത്തു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ്? അപ്പോൾ പറഞ്ഞു, ഇവർ രണ്ടാളും യുഅദ്ദബാനി ഫീ ഖുബൂരിഹിമാ, അവരുടെ ഖബറുകളിൽ അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വമാ യുഅദ്ദബാനി ബികബീർ, അവർ രണ്ടുപേരും വൻകുറ്റങ്ങൾ, നിങ്ങളുടെ ദൃഷ്ടിയിൽ വലിയ തെറ്റ് ചെയ്തിട്ടൊന്നും അല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം, മുഅ്ജിസത്തിന്റെ കണ്ണുകൊണ്ട് കാണാം 2 ഖബറാളികൾ വിഷമിക്കുന്നു. വമാ യുഅദ്ദബാനി ബികബീർ, അവരേതെങ്കിലും വലിയ കുറ്റങ്ങളല്ല അവരുടെ ദൃഷ്ടിയിൽ ചെയ്തിട്ടുള്ളത്. മറിച്ചോ ഒരാള് കാന യംശി ബിൻ നമീമ, ഏഷണിയും കൊണ്ട് നടക്കും. ഇവിടുന്ന് കേട്ടത് അവിടെ പോയി പറയാം, അവിടുന്ന് കേട്ടത് ഇവിടെ കൊണ്ട് പറയും, ആകെ തമ്മിലടി ഉണ്ടാക്കും. വാക്കുകൾ നാശങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ നാശമുണ്ടാക്കുന്ന ആളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൂട്ടിയടി ഉണ്ടാക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ് കൂട്ടിയടി ഉണ്ടാക്കുക. ഒരുപാട് ആളുകൾ ഗീബത്തും നമീമത്തും പറയുന്ന പ്ലാറ്റ്ഫോമായി മാറിയില്ലേ നമ്മുടെ സോഷ്യൽ മീഡിയ കൈകാര്യങ്ങൾ? ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ വാട്സപ്പിൽ നോക്കിയതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര ശതമാനമുണ്ട്? ഓരോരുത്തരും ആലോചിച്ച് നോക്കെ, നമുക്ക് ആവശ്യമുള്ള എത്ര ശതമാനമുണ്ട്? നമ്മൾ ആവശ്യമില്ലാത്ത മേലെ ഇങ്ങനെ സമയം കളയാ. എന്നിട്ട് ആവശ്യമുള്ളതിനോ നേരല്ല, നിസ്കരിക്കാൻ നേരല്ല, നിസ്കാര ശേഷം ദ്വാരക്കാൻ നേരല്ല, സുബ്ഹാനല്ലാഹ് നേരല്ല, അൽഹംദുലില്ലാഹ് നേരല്ല, വെള്ളിയാഴ്ച അൽക്കഫ് പോകാൻ നേരല്ല, ആവശ്യമുള്ളതൊന്നും നേരല്ല. ആവശ്യമില്ലാത്തതിന് ഇങ്ങനെ സമയം കൊല്ലുകയാണ് നമ്മൾ. വേണ്ടാത്തത് കേട്ടും കണ്ടും നമ്മുടെ സമയം കൊല്ലുകയാണ്. ഉമ്മമാര്, സഹോദരിമാരൊക്കെ പൊതു പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റയും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കണവരല്ലേ? അതിലൊക്കെ എത്ര ശതമാനം നമുക്ക് വേണ്ടതുണ്ട്? വേണ്ടാത്തതിനല്ലേ സമയം കൊല്ലുന്നത്? വേണ്ട കാര്യത്തിനൊന്നും നേരല്ല. വേണ്ടതോ അവനാന് വേണ്ട കാര്യം ആർക്കാനും വേണ്ടല്ല. എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഞാൻ നിസ്കരിക്കണം, അതിനെനിക്ക് നേരല്ല, ഞാൻ ഇന്ന് തോണ്ടിയിരിക്കുകയാണ്. എനിക്ക് ആഖിറത്തിൽ പദവി കിട്ടണമെങ്കിൽ ഞാൻ സ്വലാത്ത് ചെല്ലണം, അതിന് നേരല്ല. ഇങ്ങനെ മെസ്സേജുമായിട്ട് കൂടുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതം കൊല്ലുകയാണ്. നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ നമ്മുടെ പെടലിയുടെ നരമ്പ് മാത്രമല്ല കേടുവരിക, നമ്മുടെ ആഖിറം വരെ നഷ്ടപ്പെട്ടു പോകും. സോഷ്യൽ മീഡിയ അഡിക്ഷൻ, സ്ക്രീൻ അഡിക്ഷൻ, അതിൽ നിന്നൊക്കെ മാറിയാലോചിച്ചില്ലെങ്കിൽ അപകടമാണ്. പ്രിയമുള്ളവരെ, ആവശ്യത്തിനാലോ നമ്മൾ ഉപയോഗപ്പെടുത്താം, അനാവശ്യത്തിന് നമ്മൾ അതിൻ്റെ വ്യവഹാരത്തിൽ പെട്ടുപോകരുത്. വരട്ടെ,
അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആവശ്യങ്ങളുടെ ലോകത്ത് മാത്രം നിൽക്കണം. എന്താ നമ്മൾ പറഞ്ഞു വന്ന്? എവിടുന്നപ്പോ നമ്മൾ വാട്സപ്പിലേക്കൊക്കെ പോയത്? ഫമാ യുഅദ്ദബാനി ബികബീർ കാന യംശി ബിന്നമീമ. ഏഷണിയും പരദൂഷണവും പറയാ. ഇവിടുന്ന് കേട്ടത് അവിടെ പറഞ്ഞ് പിത്തനുണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. അതിന്റെ പേരിലാണ് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത്. ഇന്നാ ലില്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുത്തഖീങ്ങളായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ ആളോ, അയാൾ ചെയ്തു പോയ തെറ്റെന്താണ്? മറ്റൊന്നുമല്ല, അയാൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് പൂർണ്ണമായും മൂത്രം വാർന്നു പോകാൻ ശ്രദ്ധിക്കാത്ത ആളായിരുന്നു. ഇത് ഗൗരവപ്പെട്ട കാര്യം കേട്ടോ. നമ്മൾ ശുദ്ധിയുള്ളവരായിരിക്കണം. ശുദ്ധി ഉണ്ടെങ്കിലേ നിസ്കാരം ശരിയാവുള്ളൂ. അപ്പോ മൂത്രമൊഴിക്കുന്ന സമയത്ത് പൂർണ്ണമായും മൂത്രം വാർന്നു തീരാതെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഡ്രോപ്സ് ഓഫ് യൂറിൻ നമ്മുടെ വസ്ത്രത്തിലായാൽ വസ്ത്രം മാലിന്യമായി, നിസ്കാരം ശരിയാവില്ല. അത് ഓരോരുത്തരും ആലോചിക്കണം. ഇന്നാണെങ്കിൽ പള്ളികളിലടക്കം നിന്ന് മൂത്രമൊഴിക്കാനുള്ള സംവിധാനങ്ങളാ. അനിവാര്യ ഘട്ടങ്ങളിൽ അനുവദനീയമാണെന്നേ ഉള്ളൂ. ഏതായാലും ശരി, അപ്പോഴെല്ലാം ഒരു കാര്യം ഉറപ്പിക്കണം, മൂത്രം പൂർണ്ണമായി പോയതിനു ശേഷമാണ് ഞാൻ കഴുകിയത്. അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൽ മാലിന്യമാകും, നജസാകും, നിസ്കാരം കേടുവന്നു പോകും, നിസ്കാരം കൊളായിപ്പോവും. അങ്ങനെ വന്നാൽ അയാൾ ഖബറിൽ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞിട്ട് അവർക്കൊരു പരിഹാരമായി ചെയ്തു കൊടുത്ത കാര്യം എന്താണ്? 2 ഈത്തപ്പനയുടെ കൊള്ളിയെടുത്ത് കുത്തിക്കൊടുത്തു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ? ഇത് ഉണങ്ങാത്തിടത്തോളം കാലം തസ്ബീഹ് ചെയ്യും, ഈ തസ്ബീഹ് കൊണ്ട് ഖബറാളിക്ക് ഗുണം കിട്ടും. അങ്ങനാണെങ്കിൽ ഈ ജീവനുള്ള മനുഷ്യൻ പോയി ഇന്ന് ഖുർആൻ ഓതിയാൽ ഫലം കിട്ടൂല എന്ന് പറയുന്ന ഒരവസ്ഥ എന്താ?